ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് കൊച്ചടുക്കളയിൽ നിന്നുകൊണ്ട് മറ്റൊരു ദിവസം. ഇതിപ്പോൾ ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ പോകണം. അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. ഇതൊരു വെയ്റ്റ് ലോസ് സ്മൂത്തി എന്ന് പറയാം. നമുക്ക് തടി കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിക്കും കമൻറ്റ് ബോക്സിൽ, ചിലരെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്നിട്ട് എന്താ ചേച്ചിയുടെ തടി കുറയാത്തത്. എനിക്ക് അങ്ങനെ തടി കുറയ്ക്കാനുള്ള ഉദ്ദേശം വലുതായിട്ട് വന്നു തുടങ്ങിയിട്ടില്ല. ഒന്ന് രണ്ടെന്ന് പറയുന്നത്, ഇത് റെഗുലറായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു കറക്റ്റായിട്ട് നമ്മളൊരു റുട്ടീനായിട്ട് ഫോളോ ചെയ്യണം. അപ്പം ഞാനിത് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്യുന്നു എന്ന് അർത്ഥമില്ല. എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമുക്കങ്ങനെ ചെയ്യാം. പക്ഷേ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നത്. അതായത് സ്മൂത്തീസ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്മൂത്തി മാത്രം കുടിച്ചാൽ മതി. അങ്ങനെയുള്ള ദിവസങ്ങളാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വെയിറ്റ് ലോസ് ജേർണിയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഒരു സ്മൂത്തിയിൽ കാര്യങ്ങളെല്ലാം നടക്കണം. അത് ഫുൾ ഓഫ് ഫൈബറും ധാരാളം പ്രോട്ടീനും ഒക്കെ അടങ്ങിയിരിക്കുന്ന കാര്യമാണെങ്കിൽ, ഷുഗർ വളരെ കുറച്ച് കാര്യം മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിനും അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ വിശപ്പ് ഒരുപാട് അടങ്ങും. വളരെ സ്ലോ ആയിരിക്കും ഡൈജഷൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കില്ലല്ലോ. അങ്ങനെ ഒരു വയറ് ഫുള്ളായിരിക്കുന്ന ഫീലിംഗ് ആണ്. അപ്പോൾ വീണ്ടും വീണ്ടും കഴിച്ച് ഒരു എന്താ പറയുക, നമ്മളൊരു ബിഞ്ച് വാച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ ബിഞ്ച് ഈറ്റിംഗ്, വിശപ്പ് തീരുന്നില്ല എന്ന് നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു പ്രവണത മാറും. ഓക്കെ, അതാണ് മെയിനായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുമ്പോൾ വെയിറ്റ് ലോസ് ജേർണിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മില്ലറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലിറ്റിൽ ഫിംഗർ മില്ലറ്റ്, ദാറ്റ് ഈസ് നമ്മുടെ റാഗി പൗഡർ. സാധാരണ പൗഡറല്ല, റാഗിയുടെ നോർമൽ പൗഡറും കിട്ടും, സ്പ്രൗട്ടഡ് റാഗി പൗഡറും കിട്ടും. സ്പ്രൗട്ടഡ് എന്ന് പറയുമ്പോൾ മുളച്ചിട്ട്, അതായത് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ട് കഴുകിയെടുത്തിട്ട് തുണിയിൽ കെട്ടി തൂക്കി വയ്ക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ മുള പൊട്ടും. വിത്തിൻ 1 or 2 days നന്നായിട്ട് മുള പൊട്ടും. അത് കഴിഞ്ഞിട്ട് അത് ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രൗട്ടഡ് റാഗി ഫ്ലവർ കിട്ടും. ഇതിനകത്തുള്ള ന്യൂട്രിറ്റീവ് വാല്യൂ ഹൈലി ന്യൂട്രിറ്റീവാണ്. ഒരുപാട് കാര്യങ്ങൾ റാഗിയിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ അതോടൊപ്പം ചേർക്കുന്ന മറ്റ് ചില കാര്യങ്ങളും കൂടിയുണ്ട്. ഇത് കുറച്ച് ചോക്ലേറ്റും കൂടി ചേർത്തിട്ടാണ്. 70% ഡാർക്ക് ചോക്ലേറ്റാണ്, 70%. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗുണം കൂടുതൽ കിട്ടും. ഷുഗർ കണ്ടൻറ്റ് വളരെ ലോ ആയിരിക്കും. അപ്പോൾ ഷുഗർ ഏറ്റവും കുറച്ച് ചെയ്യാം. പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കാര്യം രീതിയിൽ കാണിക്കുന്നു. ഞാൻ ഇച്ചിരി പഴം ചേർക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറുപഴം 1 അല്ലെങ്കിൽ 1ൻ്റെ പകുതി ആയാലും കുഴപ്പമില്ല. അത്രയൊക്കെ ആകാം, കുഴപ്പമൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും പഴം ഒഴിവാക്കുക. അപ്പോൾ ഓരോന്നായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് റാഗി പൗഡർ ഒന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് അതൊന്ന് കുറുക്കാം, നോർമലായിട്ട് കുറുക്കുന്ന പോലെ. എന്നിട്ട് അത് തണുക്കാൻ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളുമായിട്ട് ചേർത്തിട്ട് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഒരു സ്മൂത്തി ആക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് പനങ്കൽക്കണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പനങ്കൽക്കണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതാണല്ലോ. പാം ജാഗറി, നമ്മുടെ കൽക്കണ്ട് പോലെ ഇരിക്കുന്ന പനങ്കൽക്കണ്ട്, അത് നല്ലതാണ്. ഒരുപാട് ഗുണങ്ങൾ അതിനകത്തുണ്ട്. ഇനി റാഗി പൗഡറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് സ്പ്രൗട്ടഡ് റാഗി ഫ്ലവറാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ റാഗി ഫ്ലവർ എടുക്കുന്നു. ഇത് ഞാൻ പത്തായത്തിൽ നിന്ന് വാങ്ങിയാണ്. ഞാൻ പോയില്ലേ റെസ്റ്റോറൻറ്റ് പത്തായം, അവിടെ മുളപ്പിച്ച മുത്താറിപ്പൊടി എന്ന് പറഞ്ഞ് തന്നെ വാങ്ങാൻ കിട്ടും. അല്ലാതെ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ആമസോണിലും ഒക്കെ കിട്ടുന്നുണ്ടാവാം. ഇച്ചിരി വെള്ളം ആദ്യം ഒഴിക്കും. ഞാൻ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ചെടുക്കുന്നു. സാധാരണ പ്ലെയിൻ വാട്ടർ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കാര്യമാണ് ഈ മുത്താറി അഥവാ റാഗി. കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് ഫുഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞ് കട്ടിയുള്ള ആഹാരം, സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ ആദ്യം കൊടുക്കുന്ന ഭക്ഷണങ്ങളൊന്നാണ് ഈ റാഗി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എത്രയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ തന്നെ അപ്പോൾ കലക്കിയെടുത്ത് റാഗി പൊടി. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്നാണ് ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി കുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ തീ അല്പം ചെറിയ ഇടത്തരം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. റാഗി വെയിറ്റ് ലോസിനും ഡയബറ്റീസ് മാനേജ്മെൻറ്റിനും ഏറ്റവും പറ്റിയ ഒരു കാര്യമാണ്. ഹൈ ഫൈബറാണ് ഇതിനകത്ത്. അത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറങ്ങ് നിറയും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് കലോറീസ് ഇൻടേക്കൊന്നും നമ്മൾ ചെയ്യില്ല. വിശപ്പില്ലായിരിക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഫുള്ളായിട്ടിരിക്കും നമ്മുടെ വയറെല്ലാം. അതുകൂടാണ്ട് ഇതിലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിന് ലോ ഗ്ലൈസമിക് ഇൻഡെക്സാണ്. അത് ബ്ലഡ് ഷുഗർ മാനേജ്മെൻറ്റിന് വളരെ നല്ലതാണ്. കൂടാണ്ട് മൾട്ടിപ്പിൾ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട് വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിലാണെങ്കിലും. പിന്നെ എന്താ പറയുക, ഇതിനകത്തുള്ള പ്രോട്ടീൻസ് നമ്മുടെ മസിൽ മാസ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുവഴി കലോറീസ് ബേൺ ഔട്ട് ആകുന്നു. പിന്നെ കാൽഷ്യം കണ്ടൻറ്റ് ധാരാളം ഉള്ളതുകൊണ്ട് ബോൺ ഹെൽത്തും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അത് വളരെ ക്രൂഷ്യലാണ്, ബോൺ ഹെൽത്ത്. കാര്യം നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ
ബോൺ ഹെൽത്ത് നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ റാഗി എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഫൈബർ, പ്രോട്ടീൻ ആൻഡ് നാച്ചുറൽ ഹെൽത്തി ഫാറ്റ്. ഇതൊരു ഹോൾ ഗ്രെയിനും കൂടിയാണ്. മാത്രമല്ല ഇത് കംപ്ലീറ്റ്ലി ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഈ റാഗി ഒരു സാധാരണയായിട്ട് റാഗി ഫ്ലവർ പോലെയല്ല, സ്പ്രൗട്ട് ചെയ്ത് അതായത് മുളപ്പിച്ച റാഗിയുടെ പൊടിയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിയുടെ ലെവൽ കൂടുതലായിരിക്കും. അത് അങ്ങനെ കൂടുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ അയണിൻ്റെ അബ്സോർപ്ഷൻ ബ്ലഡ് സ്ട്രീമിലേക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് നടക്കും. പിന്നെ ഇതൊരു നാച്ചുറൽ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡിയും കൂടിയാണ്. അതുപോലെ സോഴ്സ് ഓഫ് അയണാണ്. അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഡെഫിഷ്യൻസി ഉള്ളവർക്ക്, അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കും വളരെ വളരെ നല്ലതാണ്. കുറുകി ഓൾമോസ്റ്റ് റെഡി. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകും. ഇനി ഇരുന്ന് ഒന്നുകൂടി ഒന്ന് കട്ടിയാകും. തീ ഓഫ് ചെയ്യുന്നു. എൻ്റെ ഈ ചൂടോടുകൂടി തന്നെ. അപ്പോൾ ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഒരു പ്രധാന കാര്യമാണ് പനങ്കൽക്കണ്ട്. അതിപ്പോൾ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും ഒരു മോഡറേറ്റ് അളവിലൊക്കെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ പൂർണ്ണമായി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഷുഗർ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഇതൊരല്പം കഴിക്കുന്നതിൽ തെറ്റില്ല. ഇത് നല്ലതാണ്. പാം ഷുഗർ അഥവാ പനങ്കൽക്കണ്ട് അതൊരു നാച്ചുറൽ ഷുഗറാണ്. പാമിൽ നിന്നുണ്ടാകുന്ന, പനയിൽ നിന്നുണ്ടാകുന്നതാണ്. ധാരാളം ന്യൂട്രിയൻസ് അതിലും അടങ്ങിയിട്ടുണ്ട്. കുറേ മിനറൽസ്, ഈ സാപ്പിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അയൺ, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം മുതലായ കാര്യങ്ങൾ നമ്മുടെ ബോൺ ഹെൽത്തിന് നല്ലതാണ്, നെർവ് ഫങ്ഷന് നല്ലതാണ്, മസിൽ ഫങ്ഷന് നല്ലതാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. അത് കൂടാണ്ട് ലോ ഗ്ലൈക്കമിക് ഇൻഡെക്സാണ് ഈ പാം ഷുഗർ അഥവാ പനങ്കൽക്കണ്ടിനുള്ളത്. ലോ ഇൻ ഗ്ലൂക്കോസുമാണ്. അതുകൊണ്ട് തന്നെ ഒരു മോഡറേഷനിൽ കഴിച്ചാൽ വലിയ കുഴപ്പമില്ല. ഹാർട്ടിനാണെങ്കിലും അതുപോലെ ബ്ലഡ് ഷുഗർ ഉള്ള ആൾക്കാർക്കാണെങ്കിലും വളരെ മോഡറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഇത് ഒരു ചെറിയ അളവിൽ നമ്മൾ ചേർക്കാം. ഇപ്പോൾ നമുക്ക് എത്ര വേണം അതനുസരിച്ചിട്ട്. ഓക്കെ, വലിയ മധുരം ടാർഗറ്റ് ചെയ്യുന്നില്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതി, അല്ലെങ്കിൽ 2-3 ടീസ്പൂൺ ഇടുന്നതിലും തെറ്റില്ല. അപ്പോൾ ഈ ഒരു ചൂടിൽ കിടന്ന് അത് അലിഞ്ഞ് ഇതിനകത്തേക്ക് കയറിക്കൊള്ളും. നമ്മൾ സാധാരണ പഞ്ചസാര ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഹെൽത്തിയറാണ് പനങ്കൽക്കണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് പനങ്കൽക്കണ്ട്. കുറുക്കിലൊക്കെ ചേർത്ത് കൊടുക്കില്ലേ, അതേ കാര്യമാണ്. അപ്പം മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ജേണിക്ക് ഓക്കെയാണ് ഇതെല്ലാ കാര്യങ്ങളും. ഇനി ബാക്കി കാര്യങ്ങൾ ഇതൊന്ന് തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, ഇത് 70% ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതും കൂടി ചേർക്കാം. ഈ ചൂടിൽ കിടന്നിട്ട് അതും കൂടി അലിഞ്ഞ് ചേർന്നു. പിന്നെ മധുരമൊക്കെ കുറഞ്ഞാണ്. ഈ ഡാർക്ക് ചോക്ലേറ്റ് 70% ഡാർക്ക് ചോക്ലേറ്റ് മധുരം വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പീസ് അല്ലെങ്കിൽ 2 പീസ് ഇടുക. ഇതുപോലത്തെ either 1 piece or 2 piece, അത് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ സഹായിക്കും ത്രൂ ഡിഫറെൻറ്റ് മെക്കാനിസംസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇംപ്രൂവിങ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം, ഹങ്കർ, അതായത് നമ്മുടെ ഒരു വിശപ്പ്, അതിനെ നന്നായിട്ട് കുറയ്ക്കും. അതുപോലെ തന്നെ കഴിക്കാനുള്ള ഒരു ഭയങ്കരമായ ആപ്പിറ്റൈറ്റ്, ആഗ്രഹം ഒക്കെ കുറയ്ക്കും. നമ്മുടെ മൂഡും നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് 70% എന്നൊക്കെ പറഞ്ഞാൽ കൊക്കോ ബീൻസാണ് ഏറ്റവും കൂടുതലുള്ളത്. കൊക്കോ ബീൻസിൽ ധാരാളം ഫ്ലവനോൾസ് ഉണ്ട്. അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. നമ്മുടെ ബോഡി സെൽസിനെ ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും, അസുഖങ്ങളൊക്കെ വരാതെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതും അലിഞ്ഞ് ചേർന്നു. ഇനി ഇതൊന്ന് തണുക്കട്ടെ. റാഗി മിക്സ് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് മധുരമേ ഇല്ല കേട്ടോ. ചെറിയൊരു ടൈപ്പ് രസമാണ്, പക്ഷെ അത് ഹെൽത്തിയാണ്. ഇനി ഇതിനകത്ത് വേറെ ഹെൽത്തി കാര്യങ്ങൾ ചേർക്കാൻ പോകുന്നത് ചിയ സീഡ്, അതുപോലെ ഫ്ലാക്സ് സീഡ് ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആൽമണ്ട്സ്. അപ്പോൾ ആൽമണ്ട്സ് ഒരു 10-12 എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ട് ഒരു 5-6 മണിക്കൂർ മുന്നേ ഇട്ടിരുന്നു. അത് കുതിർന്നിട്ട് ഞാനിപ്പോൾ വെള്ളത്തിലിട്ടൊന്ന് ബ്ലാൻ ചെയ്തെടുത്തു. എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു. അപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുത്താൽ, എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുക. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്കിൻ ഇളക്കാൻ പറ്റും. അങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ഈ സ്മൂത്തിയിലേക്ക് ചേർക്കും. അപ്പോൾ മിക്സിയുടെ ബൗളിലേക്ക് സ്കിന്ന് കളഞ്ഞ ആൽമണ്ട് ഫാറ്റ് ബേണിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ റെഡ്യൂസ് ലെവൽസ് ഓഫ് ബാഡ് LDL കൊളസ്ട്രോൾ, ലിപ്പിഡ് പ്രൊഫൈല് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും നമ്മുടെ. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലി ഏരിയ, വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് ബേണിങ്ങും കൂടി ആൽമണ്ട്സ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു മാറ്റം ഉണ്ടാവും. ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റാഗി മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ പാലൊന്നും ചേർക്കുന്നില്ല, വിത്തൗട്ട് മിൽക്ക്.
ഇനി പാല് ചേർക്കണമെന്ന് തോന്നുകയാണെങ്കിൽ സോയാ മിൽക്ക് ഒരു നല്ല ഓപ്ഷനാണ്. ഇനി 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് ഫുൾ ഓഫ് ഫൈബർ കണ്ടൻ്റാണ്. അതുകൊണ്ട് തന്നെ അത് കഴിച്ചു കഴിയുമ്പോൾ നല്ല വയറ് നിറഞ്ഞ മാതിരി ഇരിക്കും. അപ്പോൾ നമ്മുടെ വിശപ്പിനെ എല്ലാം നന്നായിട്ട് സപ്രസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലോ ആയിട്ടായിരിക്കും നമ്മുടെ കലോറി ഇൻടേക്ക് നടത്തുന്നത്. ദിവസവുമുള്ള ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവ് വരും. അങ്ങനെ നോക്കുമ്പോൾ വെയിറ്റ് ലോസിന് ഏറ്റവും പറ്റിയൊരു കാര്യമാണ് ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡൊക്കെ നമ്മൾ അരച്ചല്ലേ ചേർക്കുന്നത്. അപ്പോൾ തന്നെ അത് സെപ്പറേറ്റഡ് ആകും. അതായത് അതിൻ്റെ പുറം ഭാഗവും ഉള്ളിലെ സീഡും എല്ലാം രണ്ടായിട്ട് മാറുന്നു, മുറിഞ്ഞ് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ പുറം ഭാഗം എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ ഓയിൽ ഡയറ്ററി ഫൈബറാണ്. അതേസമയം ഇന്നർ സീഡാണെങ്കിലോ ഫുൾ ഓഫ് പ്രോട്ടീനുമാണ്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് വേർതിരിച്ച് കിട്ടും. 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്. ചിയ സീഡും റിച്ച് ഇൻ ഫൈബറാണ്, ധാരാളം നാരുകൾ അടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ അഥവാ ദഹനം വളരെയധികം സ്ലോ ഡൗൺ ചെയ്യും, വളരെ സാവധാനമായിരിക്കും. ഈ സാവധാനമുള്ള ഡൈജഷൻ ആയതുകൊണ്ട് ഗ്ലൂക്കോസിൻ്റെ റിലീസ്, ബ്ലഡിലേക്കുള്ള റിലീസ് വളരെ സാവധാനമായിരിക്കും, കുറച്ച് ഡിലേഡ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചിയ സീഡ് ബോഡി മെറ്റബോളിസത്തിനെ സഹായിക്കുകയും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം, ഭയങ്കരമായിട്ട് കഴിക്കണം എന്നുള്ള ഒരു ക്രേവിങ് അത് കുറച്ച് തരുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ വെയിറ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും വെയിറ്റ് കുറയ്ക്കുന്ന കാര്യത്തിലും ചിയ സീഡിനും നല്ലൊരു പങ്ക് വഹിക്കാനുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ 1 ചെറുപഴം ചേർക്കണു. പക്ഷേ ഇത് നിങ്ങളുടെ ഓപ്ഷനാണ്. പഴത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെറുപഴമാണ് ഉപയോഗിച്ചത്, അതിന് കുറച്ച് ഫാറ്റേ ഉള്ളൂ, ലെസ് ഫാറ്റാണ്, ഹൈ ഫൈബറാണ്. കാർബും ഷുഗറും ഒക്കെ കുറച്ചൊക്കെ ഉണ്ടാകും. പക്ഷേങ്കിൽ ഈ ഫൈബറിൻ്റെ കണ്ടൻറ്റ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ റിലീസ് ഓഫ് ഷുഗർ ഇൻ ടു ബ്ലഡ് സ്ട്രീം എന്ന് പറയുന്നതും കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും കുറച്ചൊക്കെ കഴിക്കാം, പക്ഷേ മോഡറേഷനിലേ കഴിക്കാവുള്ളൂ. എങ്കിലും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഈറ്റിംഗ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഒരു ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബനാനാസ്. അതിൽ ധാരാളം പൊട്ടാഷ്യം, വൈറ്റമിൻ B6 അങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നടക്കുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു, നല്ല സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്മൂത്തി ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല തിക്ക് ചിയ സീഡും ഫ്ലാക്സ് സീഡും ഒക്കെ തിക്നെസ് കൂട്ടുകയുള്ളൂ. നല്ല തിക്ക് സ്മൂത്തി ഈസ് റെഡി. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഫോർ വെയിറ്റ് ലോസ്. അപ്പോൾ ഇതൊരു വെയിറ്റ് ലോസ് ജേർണിയുടെ ഭാഗമാക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്. റാഗിയുടെ ഇതൊരു സൂപ്പർ ഫുഡാണെന്ന് പറയാം. കാര്യം കുഞ്ഞുങ്ങൾക്ക് തുടങ്ങുന്ന ഫുഡല്ലേ. അപ്പോൾ ഇത് മാത്രം കഴിച്ചാൽ മതി, വയറൊക്കെ നിറഞ്ഞിരിക്കും. ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എല്ലാം തന്നെ ഹൈലി ന്യൂട്രിറ്റീവ്, വെരി ഹെൽത്തി. ചോക്ലേറ്റ് ഉൾപ്പെടെ ഡാർക്ക് ചോക്ലേറ്റാണ്. അപ്പോൾ അത് വെറുതെ കഴിച്ചാൽ ഒരു മധുരമുള്ള കാര്യമല്ല. ആഹാ, വെരി വെരി ടേസ്റ്റി. യമ്മി. ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ടേസ്റ്റി ആയിട്ട് കഴിക്കാമല്ലോ. നല്ല ഹെൽത്തി ഫുഡിന് ടേസ്റ്റ് കുറവാണെന്ന് എല്ലാവരും പറയും. ഹെൽത്തി ഫുഡിനെ നമ്മൾ എങ്ങനെ ടേസ്റ്റി ആക്കാമെന്ന് നോക്കിയിട്ട് ആ രീതിയിൽ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പോകാത്ത രീതിയിൽ ഹെൽത്തി ആക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് കൂടും. അത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം, മുതിർന്നവർക്ക് കഴിക്കാം, എനി ഏജ് ഗ്രൂപ്പ്. ഇങ്ങനെ ഡെയിലി കഴിച്ചാൽ ഗംഭീരമായിരിക്കും നമ്മുടെ ആരോഗ്യം. വെയിറ്റ് ലോസും ഉണ്ടാകും, വണ്ണവും കുറയും, ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. ഇത് നല്ല കാര്യങ്ങളാണ്. ചിയ സീഡ്, ഫ്ലാക്സ് സീഡ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ പഴത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവും. ചെറുപഴമാണ് ഞാൻ ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിലാകാം. ഹൈലി ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അത് ഒഴിവാക്കാം. അതിന് പ്രത്യേകിച്ചൊന്നും ഇടേണ്ട ആവശ്യം, പനങ്ങൾക്കൊന്നും ഇടണം എന്നില്ല. പക്ഷേ ലൈറ്റായിട്ടുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഴമായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പപ്പായ ചേർക്കാം, പേരയ്ക്ക ആവാം, ആപ്പിളാകാം. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ, ഒരു ഏകദേശം രാവിലെ കുടിച്ചാൽ പിന്നെ ഉച്ച കഴിയുന്നവരെ നമുക്ക് വിശക്കില്ല. എന്ത് ടേസ്റ്റ് അറിയാം, വെരി ടേസ്റ്റി. ഞങ്ങളിപ്പോൾ പനങ്ങൾക്കൊന്നും കൂടി ചേർത്തത് കൊണ്ട് ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. മധുരം ഇല്ലാണ്ട് കഴിച്ചാലും ഇറ്റ് വിൽ ബി വെരി ടേസ്റ്റി, നോ ഡൗട്ട്. അപ്പോൾ ഉണ്ടാക്കുക, കഴിക്കുക, നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുക. വെയിറ്റ് ലോസിന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഇതതിൻ്റെ ഭാഗമാക്കാം. വെയിറ്റ് ലോസ് എന്നുള്ളതല്ല, ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് കഴിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഫീഡ്ബാക്ക് എനിക്ക് തരിക. നിങ്ങൾ കഴിച്ചു തുടങ്ങുക, നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുക. ഇനി ഞാൻ നല്ല നല്ല ഡയറ്റിൻ്റെ വേണ്ടിയിട്ടുള്ള
വെയ്റ്റ് ലോസ് മീൽ പ്ലാൻസുമായിട്ട് വരാം. നമ്മുടെ മില്ലറ്റ്സ് വെച്ചിട്ട് ഒരു 1 ഡേ എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, ഒരു ഡയറ്റ് പ്ലാൻ ഞാനൊന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ഒരു മീലും കൂടി ഞാൻ പ്ലാൻ ചെയ്യും. ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ എന്നുള്ള രീതിയിൽ പ്ലാൻ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് കഴിച്ച് തീർക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ഡിഷ്മിന വ്ളോഗ്സ്. ലവ് യു.